യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ബോഡി നല്ല വീക്കാണല്ലോ. മാമ എന്താ ആഹാരമൊന്നും കഴിക്കാത്തെ? ഓ, ഇവിടെ ആഹാരത്തിന് ഒരു കുറവുമില്ല ഡോക്ടർ. പക്ഷെ കഴിക്കണ്ടേ? കഴിയുന്നതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കണം. എങ്കിലേ ഇതുപോലുള്ള തലക്കറക്കം വരാതിരിക്കൂ. ഇനി അങ്ങനെ ചെയ്യാൻ ഡോക്ടറെ. ബാമയ്ക്ക് മറ്റെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വിഭ്രാന്തികൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സാരമായി ബാധിക്കും. അതുകൊണ്ടേ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. ഇവരൊക്കെ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. ഭാമ കൂടുതൽ യാത്ര വല്ലതും ചെയ്യാറുണ്ടോ? ഉണ്ട് ഡോക്ടറെ. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം യാത്ര തന്നെയായിരുന്നു. അത് ഓട്ടോറിക്ഷയില്. എന്താ അബി, ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ഭാര്യ ശ്രദ്ധിക്കാറില്ലേ? ഉണ്ട് ഡോക്ടറെ. ഇന്നലെ ഭാമയുടെ ബ്രദറിന് ഒരു ആക്സിഡന്റ് പറ്റി. പുലരുന്നവരെ എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഭാമയും കുറച്ച് അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാകും. എന്തായാലും ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. പക്ഷേ നല്ലതുപോലെ ബെഡ് റെസ്റ്റ് വേണം. ഭാമയുടെ ശരീരത്തിനേക്കാളും മനസ്സിനാണ് പ്രശ്നമെന്ന് തോന്നുന്നു. സോറി ഡോക്ടർ, കുറച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഗുഡ് ഭാമേ. ഏതായാലും കുറച്ചു ദിവസത്തേക്ക് ഒരിടത്തും പോവാനൊന്നും നോക്കണ്ട. ഞാൻ കുറിച്ചു തരുന്ന ഗുളികകൾ മുടങ്ങാതെ 15 ദിവസം കഴിക്കണം. ശരി ഡോക്ടർ. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ആഹാരം കൃത്യമായിട്ട് കഴിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. ശരി ഡോക്ടർ. ഇതിങ്ങനെ ശരിയെന്ന് പറഞ്ഞാ പോരാ, പറയുന്നത് പോലെ ചെയ്യണം. ഇപ്പോഴത്തെ പിള്ളേരൊന്നും മുതിർന്നവർ പറയുന്നത് കേൾക്കത്തില്ല ഡോക്ടറെ. അതായിപ്പോ ഇവിടുത്തെ പ്രശ്നം. മാഡം പറഞ്ഞത് ശരിയാ. എല്ലാവർക്കും ഇപ്പൊ ക്ഷമയും തീരെ കുറവാ. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ദേ, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ആദ്യം വേണ്ടത് അനുസരണയാ. മാഡവും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. എല്ലാം ശരിയാവും. പിന്നെ ഭാമ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കക്ഷീണവും കാണുന്നുണ്ട്. അബി, ഞാൻ കുറച്ച് ടാബ്ലറ്റ്സും പ്രോട്ടീൻ പൗഡറും എഴുതി തരാം. അത് കൊടുത്താൽ മതി, ക്ഷീണം മാറും. ആയിക്കോട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് മാറ്റം ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ട്രിപ്പ് ഇടേണ്ടി വരും. ശരി ഡോക്ടറെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവളെ എങ്ങും പോവാൻ അനുവദിക്കരുത്. അക്കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ എങ്ങനെയുണ്ട് ഭാമേച്ചി? തലകറക്കം മാറി. ഞാൻ പേടിച്ചുപോയി. ആ തുണിയൊക്കെ അവിടെ കിടക്കാം മോളെ. അത് ഞാനെടുത്ത് വെച്ചോളാം. തൽക്കാലം ഡോക്ടർ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുക്ക്. അരുന്ധതി, ഭരത്തിന് വേണ്ടി ഞാൻ ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബേട്ടൻ പറഞ്ഞതാ നിന്നെ കൂടി വിളിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാൻ. ഭരത്തിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഡോക്ടർ പറഞ്ഞൊക്കെ ഭാമേച്ചി കേട്ടല്ലോ. തൽക്കാലം ശരീരം അനക്കാനൊന്നും പോണ്ട. സൂപ്പ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എന്നാ അത് മതി. ഞാനവനെ വിളിച്ചോളാം. ശരി.
പ്രാർത്ഥന പ്രാർത്ഥനേ ഇവിടെ പോയി കിടക്കുക. പ്രാർത്ഥന ഇവളിതെവിടെ? പ്രാർത്ഥന 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 എന്താ ജാനകി, എന്തിനാണെന്ന് വിളിച്ചു പോകുന്നേ? പ്രാർത്ഥന പ്രാർത്ഥന എന്താ ജാനകി, നീ എന്തിനാ അവളെ ഇങ്ങനെ വിളിക്കുന്നത്? പാപ്പേട്ട, അവളെ ഇവിടെ എങ്ങും കാണാനില്ല. അവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ അവിടെ പോവാൻ. ഇല്ല പാപ്പേട്ട, ഈ വീടിന്റെ എല്ലാ ഭാഗത്തും ഞാൻ നോക്കി, കാണുന്നില്ല. ഏ? എന്താ അമ്മേ? എന്റെ അമ്മ തിന്നും കുടിച്ചോണ്ട് നടന്നു. എവിടാ നിന്റെ മറ്റവള്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എവിടെ? മാഞ്ഞു പോയോ? അവളുടെ അച്ഛൻ വന്ന് വിളിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. ഗോവിന്ദൻ വന്നിരുന്നോ? അതെ അമ്മേ, അല്ലെങ്കിൽ ഞാൻ അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലായിരുന്നു. പുറത്തിറങ്ങിയാൽ എന്താ വിളി കേട്ടൂടെ? അതെ. പ്രാർത്ഥന 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 ജാനകി അവളെ കണ്ടോ? ഇല്ലെന്നേ. അവളും അവിടെ പോയി. പ്രാർത്ഥന എന്താടാ, നിനക്കറിയില്ല അവളവിടെ പോയെന്ന്? സത്യമായിട്ടും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. പാപ്പേട്ട, ഇനി അവള് ഭാവനെ കാണാൻ പോയതാണോ? ഇന്നലെ നമ്മള് ഫോൺ പിടിച്ച് വാങ്ങിച്ചില്ലേ? ആ ദേഷ്യത്തിന് ഭരത്തിനെ നമ്മളാണ് ആളെ അയച്ച് തല്ലിച്ചതെന്നുള്ള സത്യം ഭാവനയോട് പറയാൻ വേണ്ടി പോയതാവും. ഈശ്വര, എങ്കിലാകെ പ്രശ്നമാവും. എന്താ വിജയേട്ടാ എല്ലാരും കൂടെ പുറത്തേക്കുന്നേ? ഒന്നുമില്ല, വെറുതെ നിന്നാ. ഓ, അകത്ത് ഭയങ്കര ചൂട്. മരുമോൾ എവിടെ പോയതാ? അച്ഛൻ്റെ കൂടെ പുറത്തു വന്നു കണ്ടു. അത് പിന്നെ അവളുടെ വീട് വരെ ഒന്ന് പോയതാ. ഇപ്പൊ ഇനി എത്തും. ആണോ? എന്നാ ശരി. ശരി 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 ശരി. പാപ്പേട്ട, ഇത് ഉറപ്പായിട്ടും ഭാവനെ കാണാൻ പോയത് തന്നെയാ. എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തണം. നീ വാ. എങ്ങോട്ട് പോകും? അവിടെ പോയി.